ഈ യാത്ര സംഗമേശ്വരന്റെ സന്നിധിയിലേക്കാണ്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കൂടൽമാണിക്യ ക്ഷേത്രം സന്ദർശിക്കണമെന്നുള്ളത്. മനോഹരമായ കൊത്തുപണികളുള്ള ഗോപുരവാതിലും ചുവരിലെ ചിത്രങ്ങളും പഴമയുടെ പ്രൗഢിയിൽ മുങ്ങി നിൽക്കുന്ന ക്ഷേത്രവും അവിടുത്തെ വിശാലമായ തിരുമുറ്റവുമൊക്കെ ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്ന കാരണങ്ങളായിരുന്നു. ഒരു ഉപദേവത പോലും ഇല്ലാത്തതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. എല്ലാ ക്ഷേത്രത്തിലും പ്രധാന ഉപദേവമായ മഹാഗണപതി പോലും ഇവിടെയില്ല. പ്രധാന മൂർത്തിക്കല്ലാതെ വേറെ ആർക്കും മറ്റൊരു പവിത്രതയും നൽകപ്പെടരുതെന്ന വണ്ണം തുളസി ചെടികൾ പോലും ഈ ക്ഷേത്രത്തിൽ കാണാനില്ല. ശ്രീരാമ സോദരനായ ഭരതസ്വാമിയെ പൂജിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വനവാസത്തിനു ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നെന്ന വാർത്ത ഹനുമാനിൽ നിന്നറിഞ്ഞ് സന്തോഷവാനായി നിൽക്കുന്ന ഭരതനെയാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. ക്ഷേത്ര മതിൽക്കകത്ത് മനോഹരമായ ഒരു തീർത്ഥക്കുളമുണ്ട്. ഇതിന്റെ പേര് കുലീബിനി തീർത്ഥം എന്നാണ്. പണ്ട് കുലീബിനി മഹർഷിയുടെ നേതൃത്വത്തിൽ മഹാവിഷ്ണുവിനെ പൂജിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണത്രേ. അവിടെ അനശ്വരമായ വിഷ്ണു സാന്നിധ്യം വേണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ തീർത്ഥത്തിൽ ഗംഗാനദിയുടെ സാന്നിധ്യം ഉണ്ടെന്നും വിശ്വസിക്കുന്നു. ഈ കുളത്തിൽ നിന്നാണ് ശ്രീകോവിലിലേക്ക് നൈവേദ്യത്തിനുള്ള ജലം എടുക്കുന്നത്. നദികളുടെ സംഗമ സ്ഥാനത്ത് വാസം കൊള്ളുന്നത് കൊണ്ടാണ് ഈ ദേവൻ സംഗമേശ്വരനായെന്നും അതല്ല, പണ്ട് കേരളക്കരയിലെ ക്ഷേത്രങ്ങളിലെ ദേവചൈതന്യം ഒരു ശംഖിലേക്ക് ആവാഹിച്ചെടുക്കാൻ എത്തിയ ഒരു വ്യക്തി ഇവിടുത്തെ ശ്രീകോവിലെത്തി ചൈതന്യം കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യിലെ ശംഖ് താഴെ വീണുടഞ്ഞുവെന്നും അതിലുണ്ടായിരുന്ന ഈശ്വര ചൈതന്യം മുഴുവൻ ഈ വിഗ്രഹത്തിൽ പ്രവേശിച്ചതെന്നും പറയുന്നു. സംഗമേശ്വരന്റെ സന്നിധിയിൽ ശിവനും വിഷ്ണുവിനും ദേവിക്കുമുള്ള സേവ നടത്തപ്പെടുന്നുണ്ട്. മനസ്സിൽ എവിടെയും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം പൂർത്തിയാക്കിയ നിയോഗത്തിന് കൂട്ടുനിന്ന പ്രകൃതിക്കും ഈശ്വരനും എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി.